ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പതിവ് പോലെ വീഡിയോസ് ഇല്ല, വല്ലപ്പോഴൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഇന്നൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനൊന്നും മറക്കണ്ട. വല്ലപ്പോഴൊക്കെ വീഡിയോ വരുന്നുള്ളെങ്കിലും വരുന്ന വീഡിയോസ് ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം. പിന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എന്നിട്ട് എന്നാന്ന് ഞാൻ അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ പറയാവേ. ഇനിയിപ്പോൾ എന്നൊന്നും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇതെപ്പോഴും പറയാറുള്ളതുകൊണ്ട് നിങ്ങളാരും മൈൻഡ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും എന്നും വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്കൊക്കെ സാധിക്കും കേട്ടോ. പിന്നെന്താ പറയുക, നമ്മുടെ കുഞ്ഞാവാന്ന് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. കുഞ്ഞുണ്ണിക്കുട്ടനെ അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ടിങ്ങനെ കുഞ്ഞുണ്ണീനെ ഞാനിങ്ങനെ കുഞ്ഞു പാവന്മാരെ പോലെ നടന്നേ കുഞ്ഞുണ്ണി ഭയങ്കര അലമ്പനായി മാറിയത്. ഇപ്പം ശരിക്കും അവൻ്റെ ആ ഒരു പ്രായത്തിലുള്ള പിള്ളേരെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നോ അങ്ങനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കുഞ്ഞുണ്ണിക്കുട്ടൻ ഡീസൻ്റായി മാറിയത് കേട്ടോ. അപ്പം ഡീസൻ്റായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡീസൻ്റായി മാറി. നേരത്തെ കുഞ്ഞുണ്ണിക്കുട്ടനിൽ നിന്ന് നല്ല മാറ്റം കുഞ്ഞുണ്ണിക്കുട്ടന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ എളിയിലിരുന്ന് വാശി പിടിക്കുന്നത് എന്നാണെന്നറിയോ? ഞാൻ അവിടുന്ന് ആ പയറ് പറിച്ചില്ല, അപ്പോൾ അവനത് പയറ് പറിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ അത് അങ്ങോട്ടേ ഇങ്ങോട്ടേക്കൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കൊടുക്കാതിരുന്നിട്ട് വാശി പിടിക്കണം. അപ്പോൾ ആ തക്കാളിക്ക് കണ്ടിട്ട് അത് വേണം, അതിന് വേണ്ടി വാശി പിടിക്കുന്നു. പിന്നെ പയറിൻ്റെ ഉള്ളിലത്തെ ആ കുഞ്ഞ് പയറുമണികൾ അവൻ കഴിക്കും കേട്ടോ. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ നേരത്തെയൊക്കെ ഞങ്ങൾ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ അമ്മയൊക്കെ പറയുമായിരുന്നു, അങ്ങനെ പയറുമണി കഴിക്കരുത്, വായുനാറ്റം വരുമെന്നൊക്കെ. എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ എന്നാ സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വിചാരിച്ചിട്ട് ഞങ്ങൾ പയറുമണി അങ്ങനെ കഴിക്കില്ലായിരുന്നു കേട്ടോ. വൈകുന്നേരത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളില്ലല്ലോ, ആ ഒരു പ്രായത്തിലൊന്നും ഞങ്ങൾ അങ്ങനെ ഇത് കഴിക്കില്ലായിരുന്നു. അപ്പോൾ കുഞ്ഞിനെക്കൂട്ടിന് അങ്ങനെ ഞാനിപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പയറൊക്കെ കറി വെക്കാനൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പയറുമണികളൊക്കെ കൊടുക്കാറുണ്ട്. അതിങ്ങനെ കടിച്ച് ചവച്ച് കഴിക്കാൻ അവന് ഇഷ്ടം. അവനിങ്ങനെ കടിച്ച് ചവയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ അവന് എളുപ്പത്തിൽ അവന് ഇഷ്ടമെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ വായിലിങ്ങനെ ചവയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. എങ്കിലും ഒത്തിരി ഹാർഡായത് അവന് ചവയ്ക്കാൻ പറ്റില്ല. ഒരുപാട് ഹാർഡായതെന്ന് പറഞ്ഞാൽ അവന് അണപ്പല്ല് പോയി. മുന്നേ നമ്മൾ കുറേ വീഡിയോയിലൊക്കെ വന്നതല്ലേ കുഞ്ഞിനെക്കൂട്ടിൻ്റെ പല്ലുവേദന പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അണപ്പല്ലിൻ്റെ അവിടെ നമ്മൾ അടച്ചു വെച്ചിരുന്നത് സഹിതം ശരിക്കും പറഞ്ഞാൽ പല്ല് മുഴുവനായിട്ട് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിന് ആ ഹോസ്പിറ്റലിൽ അന്ന് കൊണ്ട് കാണിച്ചപ്പോൾ അന്ന് അവരത് കീറിക്കളയണം, അങ്ങനെ അല്ലെങ്കിൽ അത് എടുത്തു കളഞ്ഞാൽ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അതൊക്കെ ആലോചിക്കാൻ കൂടി വയ്യ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇത് നമ്മുടെ അച്ചാച്ചൻ നട്ടുവെച്ച തക്കാളിയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വലിയ രാജാക്കന്മാരെ പോലെ ഇതിൽ കൂടെ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിനെക്കൂട്ടനെ ഞാൻ ചുമ്മാ ഒന്ന് മണ്ണിലൊക്കെ നിർത്തി നോക്കിയത്. അതിലൂടെയൊക്കെ നേരത്തെ നമ്മൾ ഇരിങ്ങാലക്കുടി ആയിരുന്ന സമയത്ത് അവരുടെ ആ പറമ്പിൽ കൂടി കുഞ്ഞിന് മുഴുവൻ നടത്തിക്കായിരുന്നു കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേനും കുഞ്ഞിന് തുടങ്ങും താഴത്തേക്ക് നോക്കിയിട്ട് ആ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിൽ കൂടെ ഇറക്കി ഇങ്ങനെ പോകുമ്പോൾ നല്ല സ്പീഡിൽ നടന്നു പോയി തിരിച്ച് അതേ സ്പീഡിൽ കയറിയൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ വലുതായി വരുന്തോറും കുഞ്ഞിനെക്കൂട്ടിന് മടി ഇങ്ങനെ കൂടിക്കൂടി വരിക. എന്നാലും എവിടെയെങ്കിലും നിർത്തിയൊക്കെ ഉണ്ട്, അവൻ അത്യാവശ്യം നിൽക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ അനങ്ങാതിരിക്കില്ല. ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, ഒന്നെങ്കിൽ കൈ അല്ലെങ്കിൽ കാല്. അപ്പോൾ അങ്ങനെ കിടന്ന് ഇങ്ങനെ ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും ബാലൻസ് പോകും കേട്ടോ. അതാ പ്രശ്നം. അല്ലെങ്കിൽ അവനും ഒന്ന് ഞാനിങ്ങനെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും നിൽക്കാൻ പറ്റും എന്നൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവനിപ്പോൾ നിൽക്കുകയോ നടക്കുകയോ ഒക്കെ ചെയ്തേനെ. അപ്പം അതങ്ങനെ ഒരു തോന്നൽ അവൻ്റെ ഉള്ളിൽ വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് എന്ന് വരുമെന്ന് ദൈവത്തിനറിയാം. ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. നമ്മളെല്ലാം ഒരു പ്രതീക്ഷയോടു കൂടിയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഇവിടം വരെ എത്തിച്ചേർന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കിടന്ന് നല്ല ഉറക്കമായിരുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിനെക്കൂട്ടനെ വെറുതെ ഇങ്ങനെ നമ്മൾ ഇരുത്തുമ്പോഴേ അവന് കുറേ മോശം സ്വഭാവങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവനെ എൻഗേജ്ഡ് ആക്കുന്നത്. അന്നേരം അങ്ങനെയുള്ള സമയത്തൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ ഒരു കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ മക്കളുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പം കുഞ്ഞിന് എന്താ പറയുക, കുറേ മോശം സ്വഭാവം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ കുഞ്ഞിനെക്കൂട്ടന് ഈ വായിലിങ്ങനെ വിരലിട്ടിട്ട് ദേഹത്തൊക്കെ തുപ്പലം വെച്ചിങ്ങനെ തേക്കുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ അവന് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വിരയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ മരുന്നുകളൊക്കെ 2 വട്ടം മരുന്ന് കൊടുത്തു. പക്ഷേ എന്നാലും ആ വിര അങ്ങനെ കുറയുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് എന്തെങ്കിലും നാടൻ മരുന്നുകളൊക്കെ അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ഞാൻ കുറേ മരുന്നുകളൊക്കെ ചെയ്ത് നോക്കി, എന്നാലും ചെറിയൊരു ആശ്വാസം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ആ സ്വഭാവം ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സത്യം പറഞ്ഞ് ഈ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവനിങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ
ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. എന്നാലും ഒരു സെക്കൻഡ് നമ്മുടെ ശ്രദ്ധയൊന്ന് മാറിയിട്ട് അവനത് ഓർമ്മ വരും, വീണ്ടും അവനത് തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറി വന്ന സമയത്താണ് നമുക്ക് എന്താ പറയുക നല്ലൊരു ഡോക്ടറെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ ആരാണെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഡോക്ടർ വേറെ ആരും അല്ല, ഞാൻ തന്നെയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കുഞ്ഞിക്കുട്ടൻ ഇങ്ങനെ വായിൽ വിരലിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടേയിരിക്കുക, ദേഹത്ത് മുഴുവൻ തേച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുളിപ്പിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവനിങ്ങനെ ദേഹമൊക്കെ നനഞ്ഞ് കഴിയുമ്പോഴാണ് ആ സെൻസറി പ്രശ്നം കൂടുതൽ വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ അതെയോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ്റെ ആ സെൻസറി പ്രശ്നത്തിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗമായിരിക്കും അത്. അപ്പോൾ ഞാനിങ്ങനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഡ്രസ്സൊക്കെ ഇടിയിച്ചിട്ടേ അങ്ങനെ കൊണ്ടേ അങ്ങോട്ട് ഊഞ്ഞാലയിൽ ഇരുത്തിയപ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്തെന്നറിയ വായിൽ വിരലിട്ടിട്ട് മുഖത്ത് മുഴുവൻ ആ തുപ്പലിങ്ങനെ തേച്ച് വയ്ക്കുക കേട്ടോ. കുറേ വട്ടം ഞാനിങ്ങനെ നോക്കിയിരുന്നു, ഇവനിങ്ങനെ കുറേ വട്ടം കാണിക്കുന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്കാണെങ്കിൽ സങ്കടവും വന്ന് ദേഷ്യം വന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ മുറ്റത്ത് നിന്നിട്ട് പോയി ഒരു ചെറിയൊരു കമ്പെടുത്തിട്ട് വന്നിട്ടേ അവൻ്റെ കയ്യിലിങ്ങനെ ഒരടി അടിച്ചു. ആദ്യത്തെ സംഭവം കേട്ടോ, അവനിട്ട് അങ്ങനെ ഞാൻ അടിക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അടിക്കാൻ വിഷമമുണ്ടായിരുന്നു. പക്ഷേ കുറേ പരീക്ഷണങ്ങൾ നടത്തി. എന്താ പറയുക, കയ്യിൽ കയ്പുള്ള സംഭവം പാവയ്ക്ക തേച്ച് നോക്കി, ചെന്നി നായക വാങ്ങിച്ച് തേച്ച് നോക്കി, ഒരു രക്ഷയില്ല, ഒരു കുലുക്കം കുഞ്ഞിനിക്കില്ല. ചെന്നി നായകമൊക്കെ ഏതാണ്ട് അമൃത് പോലെ കുഞ്ഞിന് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊക്കെ അവനെക്കൊണ്ട് അത് എങ്ങനെ ഈ സ്വഭാവം ഒന്ന് മാറ്റിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ പെട്ടെന്ന് പോയിട്ട് ആ വടി എടുത്തിട്ട് വന്നിട്ട് കൈക്കിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കേട്ടോ. കുഞ്ഞിന് നിന്നോടല്ലേ പറഞ്ഞത് കയ്യിൽ ഇങ്ങനെ കൊണ്ട് വായിലിടരുത് എന്നൊക്കെ പറഞ്ഞിട്ടേ അവരടി കൊടുത്തു. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിയിട്ടോ, ഞെട്ടിയിട്ട് ഇങ്ങനെ കൈ വായിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരും ഞാൻ തല്ലിയതേ. അപ്പോൾ കുറേ വട്ടം അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇവന് പേടിയില്ലാത്തതുകൊണ്ടാണ് ഇവനിങ്ങനെ ചെയ്യണേ. നമ്മളിതുവരെ അങ്ങനെ ഒരു വഴി നോക്കിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഒളിച്ച് മാറി നിന്നു കേട്ടോ. ഒളിച്ച് മാറി നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇവൻ എന്നാ ചെയ്യുന്നത്. എന്നിട്ട് ഇവൻ ഞാൻ വരുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ചെന്ന് കഴിയുമ്പോഴത്തേനും കൈ വായിന്നെടുക്കും. അങ്ങനെ പല വട്ടമായി കഴിഞ്ഞപ്പോഴേ എന്നിട്ട് ഞാനങ്ങ് കുറച്ചങ്ങ് മാറിപ്പോയിട്ടോ. പിന്നെ നോക്കിയപ്പോൾ വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ആ വടി എടുത്തിട്ട് വന്നിട്ട് അടി ആ ഊഞ്ഞാലിനട്ട് കൊടുത്തു കേട്ടോ. ഊഞ്ഞാലിനട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞെട്ടി. പിന്നെ ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും. അവനിട്ട് എപ്പോഴും നമുക്ക് പിടിച്ച് അടിക്കാൻ പറ്റുമല്ലോ, കുഞ്ഞല്ലേ, അവൻ എന്നെ അറിഞ്ഞിട്ട് അവനങ്ങനെ ചെയ്യണേ. പക്ഷേ അവൻ ആ ശീലം മാറുകയാണെങ്കിൽ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തേ. അടിവൻ ഇങ്ങനെ കട്ടിലയിലൊക്കെ കിടക്കുമ്പോഴും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഇങ്ങനെ ബെഡിനിട്ട് ഇങ്ങനെ വടി വെച്ചിട്ട് ഇങ്ങനെ അടിക്കും കേട്ടോ. അപ്പൊക്കെ പേടിയാണ്. അന്നേരമൊക്കെ ആ സ്വഭാവം മാറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാ പറയുന്നത്, നമുക്ക് എപ്പോഴും കൊച്ചിനെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന് പിന്നെ എന്നെ കാണുമ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഭീകരജീവിയാണെന്ന് വിചാരിച്ചിട്ട് പേടിക്കാൻ തുടങ്ങുക. അതാണ് പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. എങ്കിലും ആദ്യത്തതിൽ നിന്ന് ഒത്തിരി മാറ്റം വന്നിട്ട് ആ ഒരു ശീലം കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല. അവനൊരു കയ്യിലൊരു നനവ് കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവനത് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വീണ്ടും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ട് വരും. ഞാൻ സംഗീത് സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എന്നോട് കുഞ്ഞിനെ കൊണ്ട് ചെന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പോകാനൊരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് ആവാറായി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ടെൻഷനിലാണ്. കാരണം ഒരു ധൈര്യത്തിനെടുത്ത് ചാടി പോവുകയും ചെയ്തു. ഇനി എനിക്കത് ടെസ്റ്റ് കിട്ടുമോ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ആ ഡേറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് എന്തെങ്കിലും ഒന്നായിട്ട് പോകണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ ഒന്ന് പുറംലോകം കാണാനൊക്കെ എന്താ പറയുക, ആ ഒരു കൊതി കൊണ്ടാണ് ഞാൻ ശരിക്കും പഠിക്കാനൊക്കെ പോയത്. കാരണം എവിടെയെങ്കിലും ഒന്ന് കുഞ്ഞിനെക്കുട്ടനെ ഒന്ന് ആരുടെയും സഹായം ഇല്ലാതെ അവനെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകണമെങ്കിലും അല്ലെങ്കിൽ തന്നെ അവനെ കൊണ്ട് തെറാപ്പിക്കൊക്കെ പോകണമെങ്കിൽ നമുക്കിനിയിപ്പം അതിൻ്റേതായ ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കാൻ പോയത്. അതിപ്പോൾ എന്താവും എന്നൊന്നും അറിഞ്ഞൂടാ. കുഞ്ഞിനെക്കുട്ടനെ അപ്പോൾ അവിടെ നടന്ന് മടുത്ത് ക്ഷീണിച്ച് അവശതയായിട്ട് അവിടെ വന്നിരുന്നപ്പോഴേ ഓറഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മ കൊണ്ട് കൊടുത്തു. അപ്പോൾ എന്ത് സാധനം കൊടുത്താലും അത് നിലത്തിട്ടിട്ടേ ആദ്യം എടുത്ത് കഴിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അവനെ കഴിക്കാൻ പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ ഇതുപോലെ കാണിക്കുന്ന കാരണേ അങ്ങനെ പിന്നെ അങ്ങനെ വായിലിങ്ങനെ വീണ്ടും ഇങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ അണുക്കളൊക്കെ വന്നാലും വരുമല്ലോ. അപ്പോൾ നമ്മളിതിവിടെ ഇങ്ങനെ നന്നായിട്ട് തുടച്ചിട്ടേക്കുന്ന കേട്ടോ. അത് കാരണം പിന്നെ അവനെടുത്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ അവൻ തന്നെ കഴിക്കാനായിട്ട് പഠിക്കാത്തതിൻ്റെ കാരണം മെയിൻ ഇത് തന്നെയാണ്. ഇനി നിലത്തിങ്ങനെ തുപ്പിയിടും, വീണ്ടും എടുത്ത് വായിൽ വയ്ക്കും. അപ്പം അങ്ങനെ കൊടുക്കാനൊരു മടി കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ, നിലത്ത് കിടക്കുന്ന സാധനം അങ്ങനെ നമ്മളെടുത്ത് കഴിക്കത്തില്ല. അപ്പോൾ അത് കുഞ്ഞിനെക്കുട്ടനെ എങ്ങനെ അത് ഇനി പഠിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിനി അത് ഈ ഫുഡ് ചെയറിലേ ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കണ പാത്രം ഉണ്ടെന്നൊക്കെ എന്നോട് ഇങ്ങനെ അനിയത്തി പറഞ്ഞായിരുന്നു. അവർ അല്ലുക്കുട്ടിക്ക് വേണ്ടിയിട്ടേ അങ്ങനെ ഇങ്ങനെ എന്തോ
വാങ്ങിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു അത് കൂട്ട് പാത്രം ഉണ്ടെന്ന്. അപ്പോൾ ഞാനതൊന്ന് തപ്പണം എന്നൊക്കെ വിചാരിച്ചിരിപ്പുണ്ട്. അപ്പോൾ അവൻ്റെ മറ്റേ CP ചെയറിലാണെങ്കിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് പാത്രമൊക്കെ വെച്ച് നോക്കി. പക്ഷേ അതിലങ്ങനെ ഇരിക്കണില്ല. ഡബിൾ സൈഡ് ടേപ്പിന് അത്രയ്ക്ക് പശയൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്കിനി അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. അങ്ങനെ എല്ലാം മൊത്തത്തിലൊരു പരീക്ഷണങ്ങളാണല്ലോ നമ്മുടെ കുഞ്ഞിനെക്കുട്ടനെ. അപ്പോൾ ഇന്ന് പറമ്പിക്കൂടെയൊക്കെ നടത്തിയിട്ട് വന്നാലേ ഭയങ്കര സന്തോഷത്തിലാണ് ആൾ. കൈ കൊട്ടാനൊക്കെ പറഞ്ഞപ്പോൾ അന്നേരം കൈയൊക്കെ കൊട്ടിയിട്ടോ ക്ലാപ്പടിക്ക് കുഞ്ഞിനെ കൊട്ടാന്ന് പറഞ്ഞപ്പോൾ തന്നെ കൈയൊക്കെ കൊട്ടും. പിന്നെ എൻ്റെ കൈയും പിടിച്ച് അവന് കൊട്ടിക്കണം. എൻ്റെ കയ്യിൽ ഇങ്ങനെ ബലമായിട്ട് പിടിച്ചിട്ടേ ഇങ്ങനെ അവൻ തന്നെ കൊട്ടിക്കും. അപ്പോൾ അവൻ്റെ കൈക്ക് നല്ലൊരു ബലം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ആ വലത് കൈക്ക് ഒട്ടും ഒരു സ്വാധീനം ഇല്ലാത്ത പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കൈ കൊട്ടട്ടെ. ക്ലാപ്പ് ക്ലാപ്പ് ചച്ച ക്ലാപ്പ് ക്ലാപ്പ് ചച്ച. ഇനി കുഞ്ഞിനെ കൂട്ടെ. ക്ലാപ്പ് 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 ക്ലാപ്പ്. അമ്പാട്ടിന് തൊഴുന്ന എങ്ങനെയാ കുഞ്ഞിനെ കൂട്ടാ നീയാ? എന്നാ ക്ലാപ്പ് വെക്കാം. അമ്പാട്ടിന് തൊഴുന്ന എങ്ങനെയാന്ന് കാണിച്ചു തന്നാ ക്ലാപ്പ് വെക്കാം. ഇല്ല, അമ്പാട്ടിന് അങ്ങനെ അല്ല. ഒന്നും കൂടി അമ്പാട്ടിന് തൊഴുതാ ക്ലാപ്പ് വയ്ക്കാം. എന്നാ ക്ലാപ്പ് വയ്ക്കാം. അപ്പൊ എന്താ കൊട്ടിക്കുന്നേ? ഇത് കണ്ടോ, ഈ കൈക്ക് നല്ല ബലം കൊടുക്കുന്നുണ്ട് ഇപ്പൊ കുഞ്ഞിന് കൊട്ടിച്ചടാ നമ്മുടെ കയ്യ. എൻ്റെ അമ്മേ. ഓ അമ്മ അമ്മ. ഇനി കൊട്ടുന്നില്ല അമ്മ കൊട്ടണില്ല. മസില്. അങ്ങനെ പോരട്ടെ മസിലിങ് പോരട്ടെ. അമ്പോ മസില് പോന്നു. അമ്പോ മസില്. അപ്പോഴേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്താണ് മാറ്റം എന്ന് നിങ്ങൾ പറയണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും മറക്കണ്ട. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. പിന്നെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ നമുക്ക് കാണാം.